നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹവാല ഇടപാടുകളും സ്വർണ്ണക്കടത്തും നടക്കുന്നത് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ആ കാലഘട്ടത്തിൽ നടന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റു പ്രധാനപ്പെട്ട കക്ഷികളുമെല്ലാം മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന എന്ന ഒരു ആരോപണവുമായി വന്നിരുന്നു. സത്യത്തിൽ ഇതാദ്യമായിട്ടല്ല ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്. പിണറായി വിജയൻ മാത്രവുമല്ല, മറ്റു പലരും ഇത്തരത്തിലുള്ള സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. AK ആൻ്റണിയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ അടക്കം, കേരളത്തിൽ സെൻകുമാറിനെ പോലെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തോ അരുതാത്തത് പലതും ചില മാഫിയ സംഘങ്ങൾ ഈ പറയുന്ന ജില്ലയിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം സ്വർണ്ണക്കടത്ത് എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അത്ര വ്യാപകമായി നമ്മൾ കാണുന്നില്ല. എങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് വരെ, അതായത് ഈ സ്വർണത്തിന് നികുതി കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനം വരും മുമ്പ് വ്യാപകമായി സ്വർണ്ണക്കടത്ത് കേരളത്തിൽ നടന്നിരുന്നു. ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിൽ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ, സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ വാർത്തകളുടെ പിന്നിൽ പ്രതികളായി പിടിക്കപ്പെടുന്നവരുടെയൊക്കെ പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. അവരുടെ ഒരു സ്ഥലവും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും ഒക്കെ നടക്കുന്നത് എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ വലിയ ഗവേഷണമൊന്നും ചെയ്യാതെ വാർത്തകൾ വെറുതെ വായിച്ചു പോയാൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളൊന്നും വരാറില്ല. എന്തോ ആ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ കടത്ത് സംഘങ്ങൾ ഇവിടെയുണ്ട് എന്നതിലുപരി മറ്റ് അനുബന്ധ സംഘങ്ങളും ഇവിടെ കേരളത്തിൽ തഴച്ചു വളർന്നു എന്നുള്ളതാണ്. സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ ആ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വഴിയരികിൽ വെച്ച് തട്ടിപ്പറിക്കാൻ ഒരു സംഘമുണ്ട്. അതിന് പൊട്ടിക്കൽ സംഘം എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ പിടിക്കപ്പെടുന്ന സ്വർണം കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടതിൻ്റെ ഒരു ഭാഗം അവർ തട്ടിയെടുക്കുന്നു എന്നൊരാരോപണം ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുമുണ്ട്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയെന്ന ആരോപണം വരുന്നുണ്ട്. ഈ ബിരിയാണി ചെമ്പിൽ കടത്തിയെന്ന ആരോപണം വന്നിട്ടുണ്ട്. അങ്ങനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംഭവ ബഹുലമായി വലിയ വലിയ വാർത്തകൾ ധാരാളം കേരളത്തിലെ ജനങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മലപ്പുറം ജില്ലയുമായി അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ തീർച്ചയായും അതിൽ വസ്തുതാപരമായ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയുള്ള വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് ആദായനികുതി വകുപ്പിൻ്റെ ഒരു റെയ്ഡ് നടന്നു. അതായത് 4 ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളുടെ 8ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ആദായനികുതി വകുപ്പിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് കഴിഞ്ഞ ദിവസം ആ റെയ്ഡ് നടത്തിയത്. ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൻ്റെ ഏതാണ്ട് 60ഓളം ഉദ്യോഗസ്ഥർ ഈ റെയ്ഡിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വളരെ വിപുലമായ ഒരു പരിശോധനയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിശോധനയിൽ ഏതാണ്ട് 800 കോടിയോളം രൂപയുടെ GST തട്ടിപ്പ് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് വെറും 4 ജില്ലകളിൽ നടന്ന വെറും 4 ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡാണ്. ആ റെയ്ഡിലാണ് ഇപ്പോൾ 800 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് അത് കണ്ടെത്തി എന്ന വിവരം വരുന്നത്. ആദായ നികുതി വകുപ്പാണ് പരിശോധന നടത്തുന്നത്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഇത് എങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് സിമ്പിളാണ്. അതായത് യഥാർത്ഥ വിൽപ്പന അത് റെക്കോർഡ് ചെയ്യുന്നില്ല. 2 ബുക്ക് സൂക്ഷിക്കുന്നു. ഇതിൽ ആകെ മൊത്തം വിൽപ്പനയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നികുതിക്ക് വേണ്ടി കണക്കാക്കുന്നുള്ളൂ. ബാക്കി എങ്ങനെയോ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവർ അത് മാനേജ് ചെയ്യുന്നു. GSTയുടെ ഈ കാലത്ത് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നത് എന്നറിയില്ല. പക്ഷേ അവിടെ റെയ്ഡ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കാരണം GSTയുടെ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നടത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടും എന്നുറപ്പാണ്. ഏതാണ്ട് 800 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തി. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പിഴയടക്കം എത്ര കോടി രൂപ അടയ്ക്കേണ്ടി വരും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആദായ നികുതി വെട്ടിപ്പ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടത്താൻ പ്രയാസമാണ്. എങ്കിലും കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ
ഒരു കണ്ടെത്തലിന് അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ആ വശം മറ്റൊന്നുമല്ല, ഈ ടെക്സ്റ്റൈൽ വ്യാപാരികൾ, കേരളത്തിലെ ടെക്സ്റ്റൈൽ വ്യാപാരികൾക്ക് അവരുടെ ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്, വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് കേരളത്തിൽ നിന്നല്ല. കാരണം കേരളം അങ്ങനെയൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഏതാനും ചില കൈത്തറി ഉൽപ്പാദന കേന്ദ്രങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. വളരെ ലാഭകരമായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും, മുംബൈ പോലെയുള്ള നഗരങ്ങളിൽ നിന്നടക്കം സ്റ്റോക്ക് എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാരികൾ മുംബൈ പോലെയുള്ള നഗരങ്ങളിൽ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ അവർ വാങ്ങുന്ന ആ ചരക്കിൻ്റെ തുക അടയ്ക്കുന്നതാകട്ടെ ഹവാല ഏജൻറ്റുമാരാണ്. മുംബൈയിലുള്ള ഹവാല ഏജൻറ്റുമാർ, സ്വർണ്ണക്കടത്ത് നടത്തുന്നവരൊക്കെയാണ് ഈ പണം അവിടെ അടയ്ക്കുന്നത്. അതിനുശേഷം തുണിയായി ഈ GST ബില്ലുകളോടുകൂടി എല്ലാവിധ നിയമപരമായ രേഖകളോടും കൂടി ഈ സാധനം കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പണം വിറ്റ് കിട്ടുന്ന പണം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വ്യാപാരി മുംബൈയിൽ കൊടുക്കേണ്ട പണം കേരളത്തിൽ അടയ്ക്കുന്നു. അങ്ങനെ ഹവാല പണം, 1 കോടി രൂപയുടെ ചരക്ക് മുംബൈയിൽ നിന്നെടുക്കുമ്പോൾ 1 കോടി രൂപ മുംബൈയിലെ ഹവാല ഏജൻറ്റ് ഈ പറയുന്ന വ്യാപാരിക്ക് നൽകുന്നു. ഈ തുണിയുടെ പണം കേരളത്തിൽ വസ്ത്ര വ്യാപാരി കേരളത്തിൽ തന്നെയുള്ള ഒരു ഹവാല ഏജൻറ്റിന് കൈമാറുന്നു. അങ്ങനെ കുഴൽപ്പണം നേരിട്ടെത്തിക്കുന്ന റിസ്ക് ഒഴിവാകുന്നു. ഈ രീതിയിൽ ആവശ്യത്തിന് കുഴൽപ്പണം നേരിട്ട് കേരളത്തിലേക്ക് വളരെ സേഫായി എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ പല പുതിയ രീതികളും ഹവാലക്കാരും സ്വർണ്ണക്കടത്തുകാരും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ ആദായ നികുതി വകുപ്പ് നൽകുന്നത്. അതായത് ഹവാല കള്ളക്കടത്ത് സംഘങ്ങൾ സജീവമായി കേരളത്തിലെത്തിയിരിക്കുന്നു. അവർ വസ്ത്ര വ്യാപാര മേഖലയടക്കം ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിൽ വരുന്നുണ്ട്. വസ്ത്ര വ്യാപാരം എന്ന് പറഞ്ഞാൽ ഈ മെൻസ് ഷോപ്പുകൾ വളരെയധികം മുക്കിന് കേരളത്തിൽ തുറന്നിട്ടുണ്ട്. അവിടെ എത്രമാത്രം വിൽപ്പന നടക്കുന്നു എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ്. ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില കളികളുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പരിശോധനയും അന്വേഷണവുമാണ് ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടുള്ളത്. ആദായ നികുതി വകുപ്പ് ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമേ നടത്തുകയുള്ളൂ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതിലൂടെ അവർക്ക് ലഭിച്ച വിവരങ്ങൾ തീർച്ചയായും അവർ മറ്റ് ഏജൻസികൾക്ക് കൈമാറും. അതുകൊണ്ട് തന്നെ EDയുടെയോ അല്ലെങ്കിൽ NIAയുടെയോ ഒക്കെ അന്വേഷണം ഇതിൻ്റെ പുറകെ കേരളത്തിലേക്ക് എത്താനുള്ള സാഹചര്യവുമുണ്ട്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയെ ആരും അങ്ങനെ അവഹേളിക്കുന്നതൊന്നുമല്ല. മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ ഇത് സർവ്വസാധാരണമായി നടക്കുന്നുവെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ്. ഇപ്പോൾ ഇതാ 800 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഇതിൽ ഹവാല പണം എത്രയാണ് എന്ന് ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ ഇതിൻ്റെ പിൻപറ്റി കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. വസ്തുതകളുമായി പൊരുത്തപ്പെടുക, വസ്തുതകൾ മനസ്സിലാക്കുക, അതിന് എതിരെ പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള അന്യായമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഒരു തലസ്ഥാനമായി കേരളവും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളും മാറുന്നു എന്നുള്ളത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിലെ ഭരണാധികാരികളും കേന്ദ്ര ഏജൻസികളും, സത്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇത്തരം അന്വേഷണങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ആ അന്വേഷണങ്ങൾക്ക് എന്ത് വില കൊടുത്തും ഭരണത്തിൻ്റെ മറവിൽ, ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് തടയിടുക എന്നുള്ളതാണ് കേരള സർക്കാർ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി കേന്ദ്ര ഏജൻസിയുമായി സഹകരിച്ചാൽ ഈ സാമൂഹിക വിരുദ്ധ ശക്തികളെ ഇവിടെ നിന്നും ഇല്ലാതാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലകളുടെ കണക്ക് വർഷം തോറും കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്ക് വിവരിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.